Hello, my dear students. Welcome to banking and insurance class. Now we are going to study about small finance banks. Small finance banks. നമ്മുടെ ബാങ്കിങ് സെക്ടർ റിഫോംസും ബേസൽ നോംസും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഈ സ്മോൾ ഫിനാൻസ്, മൈക്രോ ഫിനാൻസ് ബാങ്ക്സ് ഒക്കെ എന്തിനാന്ന് വെച്ചാൽ വീക്കർ സെക്ഷൻസിനെ ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നോർമൽ കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ലെൻഡിങ് പോളിസീസും കാര്യങ്ങളും ഒക്കെ ഈ വീക്കർ സെക്ഷൻ, പുവർ സെക്ഷൻ, അഗ്രികൾച്ചറിസ്റ്റ് അവർക്കൊക്കെ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തോണ്ടല്ലോ, അല്ലെ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് വരാനായിട്ട്. കാരണം അതിനകത്തുള്ള ലോൺസും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ബിഗ് എമൗണ്ടിന്റെ ആയിരിക്കും, അതിന്റെ ഇൻട്രസ്റ്റും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ വീക്കർ സെക്ഷൻസ് അവർ മാറി നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. അപ്പൊ അവരെ ബാങ്കിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലെൻഡിങ് സ്കീംസിലും ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ അവരിലും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ആ തീമിനാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. മാർജിനലൈസ്ഡ് സെക്ടേഴ്സിനെ, വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വീക്കർ കമ്മ്യൂണിറ്റിയെ കൂടെ ബാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഡീലിങ്സിനകത്ത്, നമ്മുടെ സേവിങ്സിനകത്തും അതുപോലെ തന്നെ ലോൺസ് ഒക്കെ എടുക്കുന്നതിനകത്തൊക്കെ അവരെ കൂടെ ചെറിയ ചെറിയ എമൗണ്ടിന്റെ ആയിട്ട്, സാധാരണ കൊമേഴ്സ്യൽ ബാങ്ക്സിലൊക്കെ കുറച്ചുകൂടി ഒരു സാലറീഡ് പീപ്പിളും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ്സും റെക്കറിങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഇതല്ലാതെ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഇതുപോലെ റെക്കറിങ് ഡെപ്പോസിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് ചെറിയ ചെറിയ തൊഴിലിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക. അപ്പൊ അവരെ ഈ ബാങ്കിങ് ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ആക്ച്വലി പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ പർപ്പസിന് വേണ്ടിയിട്ട് കുറേ റിഫോംസ് വരുത്തിയിട്ടുണ്ട്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എല്ലാം അതിന്റെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ ദീസ് ബാങ്ക്സ് ആർ set up to perform lending activities among weaker sections of the community and get complete financial inclusion. The bank allows accepting deposits of any amount from public. 10 രൂപയെങ്കിൽ 10 രൂപ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. As against payment banks, small banks can give loan to farmers. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലോണും കൊടുക്കും ഫാമേഴ്സിന്. മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ്, MSMEs എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്, ചെറിയ എന്റർപ്രൈസസിനൊക്കെ ലോൺ കൊടുക്കും. അതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓപ്പറേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്ത് 10 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്. ഇൻഡിവിജ്വൽസിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കിങ്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് ആൻഡ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനകത്ത് ഈ ബാങ്കിങ് ഫംഗ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്, നോൺ ഫിനാൻസ് കമ്പനീസ് ആൻഡ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 2015 സെപ്റ്റംബർ 2015 ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസൈഡ് ടു ഗ്രാന്റ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഓഫ് 10 applicants ടു സെറ്റ് അപ്പ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. 10 പേർക്ക് അപ്രൂവൽ കൊടുത്തു. സ്മോൾ ബാങ്ക്സ് ക്യാൻ രജിസ്റ്റർ ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. എന്തായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് 2013. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore വേണമെന്നേ ഉള്ളൂ. In a way, these are like commercial bank because both provide savings and lending facility. എല്ലാ കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ഇവർ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്മോൾ എമൗണ്ടിലാന്ന് മാത്രമേ ഉള്ളൂ. സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് അതിന്റെ പേരിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. They cannot set up subsidiaries. അവർക്ക് സബ്സിഡിയറീസ് ഒന്നും സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. Then 75% of its adjusted net bank credit can be advanced to priority sector എന്ന് കൊടുക്കണം. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ സെക്ടറും കോട്ടേജ് ഇൻഡസ്ട്രീസ് അവർക്കൊക്കെ കൊടുക്കണം. മാക്സിമം ലോൺ സൈസ് എന്ന് പറയുന്നത് cannot exceed 10% ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്സ് കേട്ടോ. 10% ഓഫ് ക്യാപിറ്റൽ ഫണ്ട്സ് കൂടാൻ പാടില്ല മാക്സിമം ലോൺ ഒരാൾക്ക് കൊടുക്കുന്നത്. സ്മോൾ ബാങ്ക്സ് ക്യാൻ അണ്ടർടേക്ക് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് പ്രോഡക്റ്റ്, പെൻഷൻ പ്രോഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വിത്ത് ദി അപ്രൂവൽ ഓഫ് RBI ഉള്ളി. RBIയുടെ പെർമിഷൻ എടുത്തിട്ട്. സ്മോൾ ബാങ്ക് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബാങ്ക് ഓൺലി ആഫ്റ്റർ RBI. ഇവര് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണം.
അതുപോലെ fundamental requirement is that it must have 25% of its branches set up in unbanked areas or rural areas വേണം branches സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ബാങ്ക് ആയിരിക്കും സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്, സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റിന് ഫിനാൻസ് കൊടുക്കുകയാണ്, മൈക്രോ ഇൻഡസ്ട്രിയലിസ്റ്റിന് ഫിനാൻസ് കൊടുക്കുകയാണ്, മൈക്രോ ഫിനാൻസ് ആണ്. Then small finance banks in India. ഏതൊക്കെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇൻ ഇന്ത്യ? External Advisory Committee headed by Usha Thorat evaluated the license applicants. കുറെ പേര് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, 72 എന്തോ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 10 ആപ്ലിക്കൻസിനാണ് ഇവര് ലൈസൻസ് കൊടുത്തത്. ഇതിലെ 8 പേര് മൈക്രോ ഫിനാൻസ്, NBFCയുടെ മൈക്രോ ഫിനാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പേരുകൾ പറയുന്നുണ്ട്. ഓഫ് ഫിനാൻസേഴ്സ്, ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബ്രാഞ്ച് ലിമിറ്റഡ്, ദിശ മൈക്രോ ഫിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇക്വിറ്റാസ് ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇസാഫ്, ജനലക്ഷ്മി, RGVN, സൗരോദയ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്. ഇങ്ങനെയുള്ള ബാങ്ക്സ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഉജ്ജിവാൻ ഫിനാൻസ് സർവീസസ്, ഉത്കാശ് മൈക്രോ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വാരണാസി. അപ്പൊ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് ആയിട്ട് പഠിച്ചോണം, സ്മോൾ ഫിനാൻസ് ബാങ്ക്. പിന്നെ പേയ്മെന്റ് ബാങ്ക്സ് ഉണ്ട്. ഈ പേയ്മെന്റ് ബാങ്ക്സ് മറ്റതുമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇവർക്ക് ഇവിടെ ഡെപ്പോസിറ്റ്സ് ആണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺസ്റ്റന്റ് കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ Nachiket More in September pressures to achieve financial inclusion and increased access to financial services. Access to financial services. അപ്പൊ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം പഠിച്ച ബാങ്കും ഈ പഠിച്ച ഇപ്പോഴത്തെ ബാങ്കും തമ്മിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സ്മോൾ ബാങ്ക്സിന് they can accept all types of deposits. അതായത് സേവിങ്സ് അക്കൗണ്ടും കറന്റ് അക്കൗണ്ടിലും ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എല്ലാം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ പേയ്മെന്റ് ബാങ്കിന് കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ പേയ്മെന്റ് ബാങ്കിന് അക്കൗണ്ടിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അവരുടെ അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ വരാൻ പാടില്ല. പക്ഷെ മറ്റവർക്ക് അങ്ങനെയില്ല, ഏത് എമൗണ്ടിനും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പേയ്മെന്റ് ബാങ്ക്സിന് ലോൺസ് ഇഷ്യൂ ചെയ്യാനോ ATM കാർഡ്സ് ഇഷ്യൂ ചെയ്യാനോ ഉള്ള സാങ്ഷൻ ഇല്ല. സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഈ ഫങ്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ പേയ്മെന്റ് ബാങ്ക് എന്ന് പേരുണ്ടെങ്കിലും അവർക്ക് ലോൺ ഇഷ്യൂ ചെയ്യാനും ATM കാർഡ് ഒന്നും അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയുള്ളൂ, സേവിങ്സ് ആൻഡ് കറന്റ് അക്കൗണ്ട് മാത്രമേ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ 2013 ഇങ്ങനെ ഒരു പേയ്മെന്റ് ബാങ്ക് വന്നത്. പേയ്മെന്റ് ബാങ്ക് ഇസ് എ ബാങ്ക് like any other bank operating on a small scale without involving credit risk. Credit risk ഇല്ല, കാരണം അവർ ലോൺ കൊടുക്കുന്നില്ല. It cannot lend out banking operations except advancing loan, and they can perform banking operations except advancing loan and issuing credit cards. ലോൺ കൊടുക്കാനും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനും ഒന്നും അവർക്ക് പറ്റത്തില്ല. സാധാരണ ചെറിയ എമൗണ്ടിന്റെ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. On 19th August 2015, 11 എൻറ്റിറ്റീസിനെ പേയ്മെന്റ് ബാങ്ക് ആയിട്ട് കൊടുത്തു. ഏതൊക്കെയാന്ന് പറയുന്നുണ്ട്. ആദിത്യ ബിർല ന്യൂയോ, എയർടെൽ കൊമേഴ്സ്യൽ സർവീസസ്, ചോളമണ്ഡലം ഡിസ്ട്രിബ്യൂഷൻ സർവീസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, ഫിനോ പേടെക്, നാഷണൽ സെക്യൂരിറ്റി, റിലയൻസ് ഇൻഡസ്ട്രീസ്, സൺ ഫാർമസ്യൂട്ടിക്കൽസ്, പേടിഎം, ടെക് മഹീന്ദ്ര, വോഡാഫോൺ, എം-പെസ. പേടിഎം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പേടിഎം ഒക്കെ പേയ്മെന്റ് നടത്താൻ മാത്രം അവർക്ക് ഡെപ്പോസിറ്റ്സ് ചെറിയ എമൗണ്ട് അവർക്ക് എടുക്കാം. അവർ ലോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഇഷ്യൂ ചെയ്യില്ല. അവർക്ക് അക്കൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ പൈസ അങ്ങോട്ട് ഇടാം. പേടിഎമ്മിൽ നമുക്ക് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് അതുവഴി നമുക്ക് പേയ്മെന്റ് നടത്താനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവർ ലോണായിട്ടൊന്നും ആർക്കും പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാങ്ക് ആയിരിക്കും പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്.
പേയ്മെന്റ് ബാങ്ക് എന്ന് പേര് വരാനായിട്ട് കാര്യം എന്തായിരിക്കും? അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതുവഴി നമ്മൾ പേയ്മെന്റ്സ് ഒക്കെ നടത്തുന്നതുകൊണ്ടാണ് അതിനെ പേയ്മെന്റ് ബാങ്ക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പേയ്മെന്റ് ബാങ്ക് എന്തൊക്കെയാന്ന് നോക്കി. മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് 100 crores ആണ്. ബാങ്ക് വിൽ ബി ലൈസൻസ്ഡ് ആ പേയ്മെന്റ് ബാങ്ക് അണ്ടർ സെക്ഷൻ 22 ബാങ്ക് റെഗുലേഷൻ ആക്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പേയ്മെന്റ് ബാങ്ക് എന്നതിനകത്ത് നമ്മുടെ പേരിനകത്ത് ചേർത്തിരിക്കും. ഇത് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണ് ഇതും ചെയ്യുന്നത്. 25% ബ്രാഞ്ചസ് അൺബാങ്ക്ഡ് റൂറൽ ഏരിയയിൽ വേണം. അതുപോലെ ഒരാൾക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന മാക്സിമം 1 lakh പറ്റത്തുള്ളൂ. പൈസ ലെൻഡ് ചെയ്യാൻ ഇവർക്ക് അനുവാദം ഇല്ല. allowed to invest in deposits received from their customers only in government securities. They are allowed to invest നമുക്ക് ഇവരുടെ അടുത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ഇവർക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ കസ്റ്റമേഴ്സിന്റെ ഇന്ന് 10 lakhs rupees അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് എവിടെ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക, അത് ഇവർക്ക് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് വിറ്റ് അവർക്ക് പൈസ തിരിച്ചെടുക്കും. സോ ദിസ് ഈസ് കോൾഡ് പേയ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പൊ സ്മോൾ ഫിനാൻസ് ബാങ്ക് നമ്മൾ പഠിച്ചു, പേയ്മെന്റ് ബാങ്ക്. പിന്നെ അടുത്ത് നമ്മൾ ടേം പഠിക്കുന്ന മൈക്രോ ഫിനാൻസ് ആണ്. ഇപ്പൊ റൂറൽ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ പുവർ പീപ്പിള് ഇപ്പോഴും ഈ ഫോർമൽ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഔട്ട്സൈഡിലാണ്. അവരെ ബാങ്കിൽ പോവോ, പൈസ ഇടുവോ, പൈസ എടുക്കുവോ, ഇതൊന്നും ചെയ്യത്തില്ല. ഇപ്പോഴും നമ്മൾ അഗ്രികൾച്ചറിൽ നോക്കിയാൽ അവരെവിടെയേ പോകത്തുള്ളൂ? അവര് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ഒക്കെയാ പോകുന്നത്. ഇപ്പൊ ഈ മൈക്രോ ഫിനാൻസ് വന്നേ പിന്നെ അവരെല്ലാം അതാ എടുക്കുന്നത്. അപ്പൊ ഈ നബാർഡിന്റെ റിസർച്ച് സ്റ്റഡീസിലാണ് ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് ഈ പുവർ പീപ്പിളിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ്, വാട്ട് ഈസ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നുണ്ട്. മൈക്രോ ഫിനാൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്രൊവിഷൻ ഓഫ് thrift, credit and other financial services and products of very small amount to the poor in rural, semi-urban, urban areas for enabling them to raise their income level and improving living standards. For poor people, banking facilities അവർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻകം ലെവലും ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പുവർ പീപ്പിൾ ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എനേബിൾ പുവർ പീപ്പിൾ ടു റേസ് ദെയർ ഇൻകം ആൻഡ് ഇംപ്രൂവ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ത്രൂ എങ്ങനെയാണ് റേസ് ദെയർ ഇൻകം? ത്രൂ പ്രൊവിഷൻ ഓഫ് thrift and better access to banking services and products. thrift എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ്സ്. സേവിങ്സിലോട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഈ ബാങ്കിങ് പ്രോഡക്ട്സ് ഒക്കെ ചെറിയ ചെറിയ ലോണൊക്കെ എടുത്ത് അവർ ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക. A microfinance scheme intend to bring poor within the purview of organized financial sector. അവരെ ഈ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടറിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ടു പുവർ പീപ്പിൾ ടു റേസ് ദെയർ ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. മൈക്രോ ഫിനാൻസ് ഉണ്ട്, മൈക്രോ ക്രെഡിറ്റും ഉണ്ട്. ഇത് രണ്ടും നമ്മളിങ്ങനെ ഒരേ ടേം പോലെ നമ്മൾ യൂസ് ചെയ്യാണ്, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന്. മൈക്രോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലോൺ ഗിവൺ ടു അൺഎംപ്ലോയിഡ് പുവർ പീപ്പിൾ. പോവർട്ടിയിൽ ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന ചെറിയ ക്രെഡിറ്റിനാണ് പറയുന്നത് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസിന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സേവിങ്സ് ഉണ്ട്, ഇൻഷുറൻസ് ടു ലോ ഇൻകം ഇൻഡിവിജ്വൽസ്, സോഷ്യൽ വാല്യൂസ് വിത്ത് ദ ഗോൾ ഓഫ് ക്രിയേറ്റിംഗ് സോഷ്യൽ വാല്യൂ. അപ്പൊ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന വലിയ ടേമാണ്. അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, giving training exposure to SHG members. SHG മെമ്പേഴ്സിന് ഇവര് സോഷ്യൽ വർക്കേഴ്സിനൊക്കെ ഈ പ്രോഗ്രാംസിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കും. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു NGO ഫെഡറേഷൻസ്, ഇവർക്കെല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. ലോഞ്ചിങ് ഓഫ് സ്പെഷ്യൽ മൈക്രോ ഫിനാൻസ് സ്കീംസ്, എക്സാമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സഹയോഗ് നിവാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കീം ഈ SHGക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ പ്രൊവിഷൻ ഓഫ് വാല്യൂ ആഡഡ് സർവീസസ്, ലൈഫ് ഇൻഷുറൻസ് സ്കീംസും
ഒക്കെ ഈ മൈക്രോ ഫിനാൻസിങ് പ്രോഗ്രാംസിനോട് ലിങ്ക് ചെയ്തുകൊണ്ട് അതൊക്കെ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? പ്രൊവിഷൻ ഓഫ് ബാങ്കിങ് സർവീസസ് അറ്റ് റീസണബിൾ റേറ്റ് to low income sections of the society who are actually excluded from formal banking channel. അല്ലെ, ഫോർമൽ ബാങ്കിങ് ചാനലിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ലോ ഇൻകം ഗ്രൂപ്പ്സിന് ബാങ്കിങ് സർവീസസ് റീസണബിൾ റേറ്റിൽ എത്തിച്ചു കൊടുക്കുന്നതിനാണ്, അവരെ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. കണക്ടിങ് കോമൺ പീപ്പിൾ വിത്ത് ബാങ്കിങ് സിസ്റ്റം, അതാണ്. അപ്പൊ ക്രെഡിറ്റ് കൊടുക്കുക മാത്രമല്ല, പിന്നെ എന്താണ്, ആക്സസ് ടു പേയ്മെന്റ് സിസ്റ്റം, അതുപോലെ അവരുടെ ത്രിഫ്റ്റ്, അവരുടെ സേവിങ്സ് കൂട്ടുക, അതൊക്കെയാണ് ഇവരുടെ. അതിനുവേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒത്തിരി മെഷേഴ്സ് എടുത്തു. സീറോ ബാലൻസ് അക്കൗണ്ട് ഓർ നോ ഫ്രിൽ അക്കൗണ്ട്, അക്കൗണ്ട് വിത്ത് ലോ ഓർ നിൽ ബാലൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് അക്കൗണ്ട് സീറോ വെച്ച് ഓപ്പൺ ചെയ്യാം, പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ തന്നെ അക്കൗണ്ട് ഇങ്ങനെ കിടന്നോളൂ സ്റ്റിൽ. മറ്റേ സാധാരണ നമ്മൾ എങ്ങനെയാ, ഒരു മിനിമം ബാലൻസ് കുറവായ അവർ ഫൈൻ ചെയ്യും. ഇത് അങ്ങനെയില്ല, മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ട്. RBI ഓൾസോ പ്ലാൻഡ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ഫോർ ഓൾ അഡൽട്സ് ഇൻ ഇന്ത്യ. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് ആധാർ ലിങ്ക്ഡ്. അതാണല്ലോ ഇപ്പൊ നടപ്പി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഗവൺമെന്റ് RBI എയിം ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് അത് എല്ലാവർക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ട്രാപ്പിൽ പെട്ടുപോകും. ബാങ്കിന്റെ പരിധി വന്നു കഴിയുമ്പോൾ പിന്നെ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ വരും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഈ മണി ലെൻഡേഴ്സ് അവരുടെ അടുത്താണ് ഇവർ സാധാരണ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് അവര് എക്സ്ക്ലൂഡഡ് ആയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നും പറഞ്ഞ് PMJDY എന്ന് പറഞ്ഞ് നമുക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. നേഷൻ വൈഡ് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് 2014 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ്. ഇത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. എവരി ഇൻഡിവിജ്വൽ who does not have bank account to be included. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവരും ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. All households across the country, both rural and urban, are covered under the scheme. Scheme will ensure financial access to everyone who was not able to get benefits of many other financial related government schemes. അപ്പൊ ഇതിനകത്ത് ഒന്നും പെടാത്തവരെ ഈ PMJDY കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പുതിയ സ്കീം. Jandhan Yojana. Anyone who is Indian citizen above the age of 18 years and does not have a bank account can open account with zero balance. ഇവർക്ക് ചെക്ക് ബുക്കും കിട്ടും. അതുപോലെ to get checkbook she will have to fulfill minimum balance criteria. അപ്പോൾ ഒരു മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് അവർക്ക് ചെക്ക് ബുക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. Account can be opened any branch outlet specially designed for the purpose of opening the accounts under this scheme. അല്ലെ ഇൻഷുറൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിന് 5000 രൂപ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് PMJDY എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അവർക്ക് കിട്ടും. ആക്സിഡന്റൽ ഇൻഷുറൻസ് 1 lakh ഉണ്ട്. മിനിമം ബാലൻസ് വേണ്ട. അതുപോലെ ഇൻഷുറൻസ് ഉണ്ട് 30,000-ന്റെ. ഈസി ട്രാൻസ്ഫർ മണി അക്രോസ് ഇന്ത്യ. Beneficiaries of government schemes will get direct benefit transfer in these accounts. After satisfactory operation of account 6 months, overdraft facility കിട്ടും. അതുപോലെ പെൻഷൻ, ഇൻഷുറൻസ് പ്രോഡക്ട്സ്, അതൊക്കെ ഇതിനകത്ത് ഉള്ള സൗകര്യങ്ങളാണ്. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് വിത്തൗട്ട് എനി ബാങ്ക് അക്കൗണ്ട് ആൻഡ് പ്രൊവൈഡിംഗ് ബേസിക് ബാങ്കിങ് അക്കൗണ്ട്സ് വിത്ത് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആൻഡ് റുപ്പേ കാർഡ്. റുപ്പേ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യയുടെ കാർഡാണ്. ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് റുപ്പേ കാർഡ്. എലിജിബിലിറ്റി റെസിഡന്റ് ഇൻഡിവിജ്വൽ ഹാവിംഗ് ഏജ് ഓഫ് 18 years. ഡോക്യുമെന്റ്സിന് ആധാർ കാർഡ് മാത്രം മതി. ആധാർ കാർഡ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡ്. മിനിമം ബാലൻസ് വേണ്ട. നമ്പർ ഓഫ് ഫ്രീ വിഡ്രോവൽസ് 4 withdrawals are free in a month. പിന്നെ ക്യാഷ് വിഡ്രോവൽ എമൗണ്ട് അതിന് വിഡ്രോ ഫ്രം
amount but restricted to parent branch only. ഏത് എമൗണ്ടും വിഡ്രോ ചെയ്യാം. റെസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഒരാൾക്ക് ഒരു അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എനി നമ്പർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഒക്കെ ഇവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് 1000 തൊട്ട് 5000 രൂപ വരെ. പിന്നെ ബാക്കി ഫെസിലിറ്റി എന്ന് പറയുന്നത് മൊബൈൽ ബാങ്കിങ്, SMS ഇതെല്ലാം ഈ ജൻധൻ അക്കൗണ്ട് ഹോൾഡേഴ്സിനുണ്ട്. റുപ്പേ കാർഡും ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ സ്കീമാണ് PMJDY എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടൈമാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, BSBDA. അത് ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. ഈ പറഞ്ഞ പോലെ poor പീപ്പിളിനുള്ളതാണ്. There is no requirement for minimum balance. Service available include deposits and withdrawal of cash, maximum 4 withdrawals, facility ATM and ATM cum debit card. അതാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. പിന്നെ റുപ്പേ കാർഡ് ഇന്ത്യൻ വേർഷൻ ഓഫ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആണ്. ഇന്റർനാഷണൽ കാർഡ്, വിസ കാർഡ് പോലെയുള്ള ഇന്ത്യൻ വേർഷൻ ആണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ, NPCA ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പേയ്മെന്റ് സിസ്റ്റം ഇൻ ദി കൺട്രി ആണ്. കാർഡ് ഈസ് അക്സെപ്റ്റഡ് അറ്റ് ഓൾ ATMs, ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടും. POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽ, നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റുപ്പേ കാർഡ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്.